പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിന്ദു പോലീസിന്റെ ഭാഗത്തു നിന്ന് ദുരനുഭവം നേരിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആവുകയാണ്. ഇതുവരെയും ബിന്ദുവിനോട് മോശമായി പെരുമാറിയിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ്, ഒരു പോലീസ് മാത്രമാണ് ഇപ്പോൾ നടപടി നേരിട്ടിട്ടുള്ളത്. അതിൽ ആദ്യ ദിവസം മുതൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് പ്രസന്നനാണ്. ഇതുവരെയും അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? അയാൾ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്ത് വെളിയിലാക്കണം. അയാളെ ജോലിയിൽ നിന്ന് കളയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി 2 പേരുണ്ട്, ഒരാൾ മാത്രമല്ല, ഇനി 2 പേരുണ്ട്. അവരെ കൂടെ പുറത്താക്കണം മാത്രമല്ല അയാൾക്ക് ജോലി, ഒരു സ്റ്റേഷനിലും ജോലി കൊടുക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്ര ദ്രോഹിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ള SI പ്രസാദാണ്. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? ഒന്ന് പ്രസന്ന്, ഒന്ന് വേറൊരു പോലീസ്, അതെനിക്ക് പേരറിയത്തില്ല. പക്ഷെ എന്നെ കണ്ട എനിക്ക് അറിയാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ബിന്ദുവിന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മാസത്തോളം ആകുന്നു. അപ്പോൾ ഈ കേസ് മാല വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ബിന്ദു നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ട് പോലീസ് ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് കുറ്റമുക്തയാക്കിയിട്ടുണ്ടോ? ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വീട്ടിലേക്ക്, ബിന്ദുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നു. അതെങ്ങനെയായിരുന്നു, എപ്പോഴാണ് കൊണ്ടുവന്നത്? രാത്രി 8:30 കൂടി, അത് ഓമനാട് ആനേൻ്റെ പ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ അന്വേഷിച്ച് ശേഷാകുമ്പം കിട്ടിയില്ല. മക്കളും മുൻപിൽ കൂടിയാണോ ഇങ്ങോട്ട്? മോൻ്റെ മക്കളും ചേച്ചിയും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് എന്നെയും ചേട്ടനെയും പോലീസ് കൊണ്ടുപോകുന്നത്. ഇത് മക്കളെയും ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നത്, അതെന്തായിരുന്നു സംഭവിച്ചത്? അത് എന്നെ കൊണ്ടുപോയാൽ ഞാനും അവിടെ ആവും, എൻ്റെ മക്കളെയും അവിടെ ആക്കിത്തരാം, എൻ്റെ ഭർത്താവിനെയും കൂടെ അവിടെ സ്റ്റേഷനിലാക്കി തരാമെന്നാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്നോട്. അതായത് മക്കളെയും പ്രതി ചേർക്കുമെന്നു? എൻ്റെ മക്കളെയും പ്രതി ചേർക്കുമെന്നാണ് ഇയാൾ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞത്. ഈ വ്യാജ പരാതി നൽകിയവർക്കെതിരെ ഒരു പരാതി നൽകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നാണ് ആ പരാതി സമർപ്പിക്കുന്നത്? എൻ്റെ വക്കീൽ വന്ന ഉടനെ ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോകും. ഈ കേസിൽ ബിന്ദു നിരപരാധിയാണെന്ന് തെളിയിഞ്ഞിട്ട് പോലും ബിന്ദുവിനെ പൂർണ്ണമായി കുറ്റമുക്തിയാക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിലൊരു റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നാണ് തെറ്റുപറ്റി. കാരണം തങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ മാല കണ്ടെത്തിയത്. അതിൽ പ്രകാരം ഒന്ന് ബിന്ദുവിനോട് വിളിച്ച് ഒരു ക്ഷമാപണം നടത്താൻ പോലും അവർ പരാതിക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ബിന്ദുവും കുടുംബവും ഇപ്പോൾ അവർക്കെതിരെ ഒരു പരാതി നൽകാൻ തയ്യാറാകുന്നത്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.